നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി BJPയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്ത് ശില്പശാല നടത്തി. KLM ഇരിഞ്ഞാലക്കുട രൂപതയുടെ പുതിയ ഓഫീസിന്റെ വെഞ്ചിരിപ്പും സൗജന്യ തയ്യൽ മെഷീൻ വിതരണവും നടത്തി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി മാതൃപൂജ നടത്തി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള കൊടകര ബ്ലോക്ക് തല തൊഴിൽ മേള മികവ് 2025 സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളായി സിൽവർ ജൂബിലി നിറവിലെത്തിയ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പനും മുൻ വൈസ് ചെയർപേഴ്സണുമായ ആലിസ് ഷിബുവിനും ചാലക്കുടി നഗരസഭാ കൗൺസിലിന്റെ സ്നേഹാദരം. വാർത്തകൾ വിശദമായി. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി BJPയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്ത് ശില്പശാല നടത്തി. വല്ലപ്പാടി കണ്ടംകുളങ്ങര ഹാളിൽ നടത്തിയ ശില്പശാല തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട ഉദ്ഘാടനം ചെയ്തു. BJP കൊടകര നോർത്ത് ഏരിയ പ്രസിഡന്റ് KV ബാബു അധ്യക്ഷത വഹിച്ചു. BJP ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, സംസ്ഥാന സമിതി അംഗങ്ങളായ CP സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് സുധീർ ബേബി, സൗത്ത് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ആശ രാംദാസ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് കോടശ്ശേരി, മഹിളാ മോർച്ച സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി സജിനി സന്തോഷ്, SC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശശി വട്ടേക്കാട്, SC മോർച്ച ജില്ലാ സെക്രട്ടറി സജി PV, വാർഡംഗം ലത ഷാജി, ഏരിയ ജനറൽ സെക്രട്ടറിമാരായ വിപിൻ OB, അനിൽകുമാർ പാട്ടാളി എന്നിവർ പ്രസംഗിച്ചു. KLM ഇരിഞ്ഞാലക്കുട രൂപതയുടെ പുതിയ ഓഫീസിന്റെ വെഞ്ചിരിപ്പും സൗജന്യ തയ്യൽ മെഷീൻ വിതരണവും നടത്തി. ആളൂർ BLMൽ ആരംഭിച്ച പുതിയ ഓഫീസിന്റെ വെഞ്ചിരിപ്പും സൗജന്യ തയ്യൽ മെഷീൻ വിതരണവും ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട രൂപത KLM ഡയറക്ടർ ഫാദർ ജോസ് പുല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KLM സ്റ്റേറ്റ് പ്രസിഡന്റ് ജോസ് മാത്യു ആമുഖ പ്രഭാഷണം നടത്തി. KLM ഇരിഞ്ഞാലക്കുട രൂപത പ്രസിഡന്റ് ബാബു തോമസ്, KLM ട്രഷറർ ജെയ്സൺ കല്ലേലി എന്നിവർ സംസാരിച്ചു. പ്രിയമുള്ള ഈ തയ്യൽ മെഷീൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് പ്രവർത്തകരെ, ഏറ്റവും സ്നേഹമുള്ള സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയ ക്ഷണിതാക്കളായിട്ട് എത്തിയിരിക്കുന്നവരെ, KLMൻ്റെ ഓഫീസ് മാറ്റേണ്ടി വന്നതിൻ്റെ കാരണം ഇവിടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ KLMൻ്റെ ഓഫീസ് കുറേ കൂടെ വികസിപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പം അങ്ങനെ മനോഹരമായിട്ട് ഈ ഓഫീസ് ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പേർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഓഫീസ് ഇത്രയും വിപുലീകരിക്കാനായിട്ട് ഇടയായത്. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി മാതൃപൂജ നടത്തി. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രഭാഷകൻ അനൂപ് വൈക്കം മാതൃപൂജാ സന്ദേശം നൽകി. അഴകത്തുമനയ്ക്കൽ ഹരീഷ് നമ്പൂതിരി മാതൃപൂജയ്ക്ക് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു. ട്രാവൽ വ്ളോഗർമാരായ ശരത് കൃഷ്ണനും ഗീത രാമചന്ദ്രനും മുഖ്യാതിഥികളായിരുന്നു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുകേഷ്, ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, സ്കൂൾ മാനേജർ C രാഗേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജത് നാരായണൻ, ക്ഷേമ സമിതി പ്രസിഡന്റ് P സുനിൽകുമാർ, മാതൃസമിതി പ്രസിഡന്റ് സലിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. 1000-ൽ അധികം വിദ്യാർത്ഥികൾ അമ്മമാരുടെ പാദപൂജ ചെയ്തു. വിദ്യാർത്ഥികളും സമിതി അംഗങ്ങളും അവതരിപ്പിച്ച ഭക്തിഗാനസുധ നൃത്തശില്പം ഏറെ ശ്രദ്ധയാകർഷിച്ചു. ഡയറി, കുട്ടികളുടെ ഡയറിയിൽ ദിനസരണി, അതിൽ ഉള്ള ഓരോ കാര്യങ്ങളും, കുട്ടി രാവിലെ നേരത്തെ എണീക്കണം, എണീറ്റ് വന്നാൽ ഭൂമി ദേവിയെ തൊട്ട് വന്ദിക്കണം, അച്ഛനെയും അമ്മയെയും കാല് തൊട്ട് വന്ദിക്കണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ അമ്മമാർക്കും നമസ്കാരം.
ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഏറ്റവും വലിയൊരു സക്സസ് പോയിന്റ് എന്താ വെച്ചാൽ, ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറി ഇങ്ങോട്ട് വരുന്ന നേരത്തെ ഒരു ടീച്ചറോ ഒരു അമ്മയോ ഞാനിവിടെ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമാണ്. ഞാൻ എൻ്റെ മകന് കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ശരത്തിൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞു. മതി, മാതാപിതാക്കൾ സ്നേഹത്തോടെ പെരുമാറുന്നതെന്ന് കണ്ടാൽ മാത്രം മതി. ഇത് കാണുന്ന സമയത്ത് മക്കളുടെ ഉണ്ടാകുന്ന സ്നേഹം, ദയ, കാരുണ്യം, വാത്സല്യം പോലെ വികാരം ഉണ്ടാവും. ഇന്ന് നമ്മുടെ മക്കളുടെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോകുന്നു. കോട്ടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസിലെ വിമൻ ഡെവലപ്മെൻറ്റ് സെല്ലിൻ്റെ 2025-26 അക്കാദമിക വർഷത്തെ പ്രവർത്തനം ആരംഭിച്ചു. കോർപ്പറേറ്റ് ട്രെയിനറായ KV രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 21-ാം നൂറ്റാണ്ടിലെ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, വിമൻ സെൽ കൺവീനർ ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത്, സ്റ്റുഡൻറ് കോർഡിനേറ്റർ മിസ് അലാഷ് ഷാജി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായി സിൽവർ ജൂബിലി നിറവിലെത്തിയ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പനും മുൻ വൈസ് ചെയർപേഴ്സണുമായ ആലിസ് ഷിബുവിനും ചാലക്കുടി നഗരസഭാ കൗൺസിലിൻ്റെ സ്നേഹാദരം. ജനസേവനത്തിൻ്റെ 25 വർഷം സെപ്റ്റംബർ 25-ന് പൂർത്തിയാവുകയാണ്. 2000-ൽ ഇരുവരും കൗൺസിലർമാരായി ചുമതലയേറ്റു. 2001-ൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. ചാലക്കുടി നഗരസഭയിലെ CPM ശക്തി കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന VR പുരത്ത് നിന്ന് 19 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷിബു വാലപ്പൻ ആദ്യമായി കൗൺസിലറാകുന്നത്. ആലീസ് സമീപത്തെ മലയാമ്പറമ്പ് വാർഡിൽ നിന്നും കൗൺസിലറാവുകയായിരുന്നു. ഇതിനിടയിൽ ആലിസ് ഷിബു ചാലക്കുടി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണുമായി. ഈ ഭരണസമിതിയിൽ വൈസ് ചെയർപേഴ്സണും ആയിരുന്നു. ഷിബു വാലപ്പൻ കഴിഞ്ഞ 25 വർഷവും പാർട്ടിയെ എല്ലാ തരത്തിലും നയിച്ചുകൊണ്ട് മുൻപിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ചെയർമാൻ ആവുന്നത് ഇപ്പോഴത്തെ ഭരണസമിതിയിലെ അവസാന ഒരു വർഷക്കാലമാണ്. തികച്ചും ജനകീയരായ രണ്ടുപേരും അടുത്ത വാർഡുകളിൽ മാറി മത്സരിച്ച് ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലാണ് രണ്ടുപേരുടെയും വിജയം. ജനസേവനത്തിൻ്റെ 25 വർഷം പിന്നിട്ട ചെയർമാൻ ഷിബു വാലപ്പനെയും മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബുവിനെയും കൗൺസിൽ യോഗത്തിൽ ആദരിച്ചു. കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. പാർലമെന്ററി പാർട്ടി ലീഡർമാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത്, CS സുരേഷ്, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, മുൻ ചെയർമാൻമാരായ VO പൈലപ്പൻ, എബി ജോർജ്, മുതിർന്ന അംഗം റോസി ലാസർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KV പോൾ, MM അനിൽകുമാർ, ദീപു ദിനേശ്, പ്രീതി ബാബു, ആനി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. അഭ്യസ്ത വിദ്യരായ യുവതീ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള കൊടകര ബ്ലോക്ക് തല തൊഴിൽ മേള മികവ് 2025 200-ലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. 35 സ്ഥാപനങ്ങളിൽ നിന്നായി 400-ൽ പരം തൊഴിലവസരങ്ങളാണ് തൊഴിൽ മേളയിൽ ഒരുക്കിയത്. 30-ൽ-അധികം തൊഴിൽ ദാതാക്കളും പങ്കെടുത്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത രാജീവൻ, VK മുകുന്ദൻ, TK അസൈൻ, മിനി ഡെന്നി, MR രജിത്ത്, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജ്യോതിഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC ജിനീഷ്, ബ്ലോക്ക് ജോയിന്റ് BDO ബെന്നി വടക്കൻ, കില കോർഡിനേറ്റർ അബ്ദുൾ റസാഖ്, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ഡിറ്റി പോൾ, വിജ്ഞാന കേരളം ഇന്റേൺ ക്രിസ്റ്റീന തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം വിനോദസഞ്ചാരികളുടെ വാൻ തകർത്തു. വാഴച്ചാൽ മലക്കപ്പാറ റോഡിലാണ് സംഭവം. തകരാറിലായതിനെ തുടർന്ന് ആനക്കയം ഭാഗത്ത് വാൻ നിർത്തിയിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് വാൻ പാതയോരത്ത് നിർത്തിയിട്ടത്. ഈ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം വാൻ പൂർണ്ണമായും തകർക്കുകയായിരുന്നു. പട്ടാമ്പിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോവുകയായിരുന്ന സംഘത്തിൻ്റെ വാനാണ് ആക്രമിച്ചത്. വാഹനം കേടായതിനെ തുടർന്ന് സഞ്ചാരികളെല്ലാം അതിരപ്പിള്ളിയിലേക്ക് രാത്രി തങ്ങുവാനായി മാറിയിരുന്നു. വാഹനത്തിൽ സഞ്ചാരികൾ ഇല്ലാത്തതിനാൽ ദുരന്തം ഒഴിവായി. ഇന്ന് രാവിലെ അറ്റകുറ്റപ്പണികൾ നടത്താനെത്തിയപ്പോഴാണ് സംഭവം കാണുന്നത്. ആളൂർ ഗ്രാമപഞ്ചായത്തിലെ കുഴിക്കാട്ടുശ്ശേരി ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ 43 ലക്ഷം രൂപ ചെലവഴിച്ച് കിടത്തി ചികിത്സിപ്പിക്കുവാൻ കഴിയുന്ന 5 റൂമുകളും ഒരു ഡോക്ടർ റൂമും ഒരു നേഴ്സ് ഡ്യൂട്ടി റൂമും ഒരു പഞ്ചകർമ്മ തിയേറ്ററും ഉൾപ്പെട്ട വിശാലമായ പേ വാർഡ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് മാഞ്ഞൂരാൻ, ബിന്ദു ഷാജു, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് MS വിനയൻ, ധിബിൻ പാപ്പച്ചൻ, ഷൈനി തിലകൻ, ബ്ലോക്ക് അംഗങ്ങളായ സന്ധ്യ നൈസൻ, ജുമൈല സഗീർ, വാർഡംഗം മിനി പോളി, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശ K,
CPIM പ്രതിനിധി MC സന്ദീപ്, CPI പ്രതിനിധി MB ലത്തീഫ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധി ബാബു തോമസ് എന്നിവർ സംസാരിച്ചു. നിർവഹിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന വഴികളിൽ ഒരു പൊന്തൂവലായിട്ട് ഈ നിർമ്മാണ പ്രവൃത്തി മാറിയിരിക്കുന്നു എന്ന് സ്വാഭിമാനം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സൗകര്യപ്രദമായ മുറികളോടുകൂടി എല്ലാവിധ ആയുർവേദ ചികിത്സാ സമ്പ്രദായ പ്രകാരം ആവശ്യമായ ഒഴിച്ചിലിനൊക്കെ വേണ്ടുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏറ്റവും നല്ല രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ കരുതലോടുകൂടി ആയുർവേദ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉറപ്പാക്കാൻ മനസ്സ് വച്ച നമ്മുടെ ആളൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ നമ്മുടെ മിടുക്കനായിട്ടുള്ള പ്രസിഡന്റ് ജോജോയുടെയും മിടുക്കിയായ വൈസ് പ്രസിഡന്റ് രതിയുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,585 രൂപ, പവന് 84,680 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി BJPയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്ത് ശില്പശാല നടത്തി. KLM ഇരിഞ്ഞാലക്കുട രൂപതയുടെ പുതിയ ഓഫീസിന്റെ വെഞ്ചിരിപ്പും സൗജന്യ തയ്യൽ മെഷീൻ വിതരണവും നടത്തി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി മാതൃപൂജ നടത്തി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള കൊടകര ബ്ലോക്ക് തല തൊഴിൽ മേള മികവ് 2025 സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളായി സിൽവർ ജൂബിലി നിറവിലെത്തിയ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പനും മുൻ വൈസ് ചെയർപേഴ്സണുമായ ആലിസ് ഷിബുവിനും ചാലക്കുടി നഗരസഭാ കൗൺസിലിന്റെ സ്നേഹാദരം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.